ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഓഗസ്റ്റ് 30 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. ഗൗതം ഓഫീസിലുണ്ടായേ പറ്റൂ. ആന്റി ഉദ്ദേശിച്ചത് പഴയ രീതിയിലുള്ള ഓൺലൈൻ മീറ്റിംഗ് അല്ലേ? ഇപ്പൊ അതൊന്നും അല്ല ആന്റി. ഒരു പുതിയ ആപ്പ് വന്നിട്ടുണ്ട്. ഞാൻ അതൊന്ന് ആന്റിയെ കാണിച്ചു തരാം. നോക്കിയേ. ആപ്പോ? എന്താ ആപ്പ്? ദേ ആന്റി ഇതൊന്ന് നോക്ക്. എന്നിട്ട് കൊള്ളാമോ ഇല്ലയോ എന്ന് പറ. ഇത് വർക്കാവില്ല എന്ന് ആന്റിക്ക് തോന്നുകയാണെങ്കിൽ ഞങ്ങളുടെ ഔട്ടിംഗ് ഡേ സ്പോട്ടിൽ ക്യാൻസൽ ചെയ്യും. ഇവിടെ റേഞ്ച് ഇല്ലാന്ന് തോന്നുന്നു. ഉഗ്രൻ ആപ്പാ. ഞാൻ ആന്റിക്ക് കാണിച്ചു തരാം. ആന്റി എന്റെ കൂടെ ഒന്ന് പുറത്തേക്ക് വാ. റേഞ്ച് ഉള്ളൊരു സ്ഥലത്തേക്ക് നമുക്കൊന്ന് മാറി നിൽക്കാം. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. എനിക്ക് ഒരു ആപ്പും കാണുകയും വേണ്ട. ചേടാ ഒന്ന് കണ്ടു നോക്കുന്നേ. കണ്ടാലല്ലേ കൊള്ളാമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റൂ. വന്നേ ഇങ്ങോട്ട്. വാ പറയട്ടെ. ആന്റി ദേ ഇവിടെ നല്ല റേഞ്ചാ. ഇനി ആന്റി ഈ ആപ്പ് ഒന്ന് കണ്ടു നോക്കേ. കണ്ടു നോക്ക്. ഈ ആപ്പ് എങ്ങനെയുണ്ട്? ഇതെടുത്ത് പ്രയോഗിച്ചാൽ കൃത്യമായിട്ട് വർക്കാവില്ലേ? ഇടയ്ക്കിടയ്ക്ക് അതിന്റെ പഴയതൊക്കെ മറന്നുപോകും. ചിലപ്പോഴേ അൽസൈമേഴ്സിന്റെ തുടക്കമായിരിക്കും. പക്ഷെ എന്ത് മറന്നാലും ഇത് മറക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടൊന്ന് ഓർമ്മിപ്പിച്ചു തന്നതാ. ഇടയ്ക്കിടയ്ക്ക് എല്ലാം മറന്ന് പഴയ വസുന്ധരയുടെ വിശ്വരൂപം പ്രാപിക്കാൻ തോന്നുമ്പോ ഇനിയും ഞാനിത് കാണിച്ച് ഓർമ്മപ്പെടുത്തിക്കോളാം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് ഇനിയും തടസ്സം നിൽക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, ദേ ഇനി അൽസൈമേഴ്സിനുള്ള മരുന്ന് തരലൊന്നും ഉണ്ടാവില്ല. ഈ വീഡിയോ നേരെ അങ്ങ് ACP മഹേഷിന്റെ ഫോണിലേക്ക് പറക്കും. അല്ല അതവിടെ നിൽക്കട്ടെ. ഞാനും ഗൗതമും കൂടി ഇപ്പൊ ഔട്ടിങ്ങിന് പോകുന്നതില് ആന്റിക്ക് വിരോധം എന്തെങ്കിലും ഉണ്ടോ? പറയാൻറ്റി, വിരോധം ഉണ്ടോ ഇല്ലയോ? എനിക്കെന്ത് വേണം? നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാ പോയിക്കോ. അയ്യേ അങ്ങനെ മുഴുക്കമട്ടിൽ പറയല്ലേ. പിന്നെ എങ്ങനെയാ പറയേണ്ടത്? അത് ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു തരാം. അതുപോലെ വേണോ ആന്റി അവിടെ വന്ന് പ്രസന്റ് ചെയ്യാൻ. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്തൊരിടപാട്. എന്തു പറയുന്നു? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയണം, അല്ലെങ്കിൽ അല്ലെന്ന് പറഞ്ഞു. ഓക്കെ. അതാണ്. അങ്ങനെയാണ് വസുന്ധരയാവേണ്ടത്. ഇനി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഏത് ആപ്പിന്റെ കാര്യമാടാ മോനെ വിളി പറയുന്നത്? എന്ത് കാണിക്കാനാ വസുന്ധര വിളിച്ചോണ്ട് പോയത്? അപ്പോ അമ്മയ്ക്ക് അത് പറഞ്ഞാ മനസ്സിലാവില്ല. അതൊരു പ്രത്യേക തരം ആപ്പാ. ആണോ? പിന്നല്ലാതെ. അതെടുത്തങ്ങ പ്രയോഗിച്ചാലുണ്ടല്ലോ, ചിലപ്പോ ആളുകളുടെ സ്വഭാവം തന്നെ അങ്ങ് മാറിപ്പോവും. ചുമ്മാ കള്ളം പറയല്ലേ. സ്വഭാവം മാറുന്ന ആപ്പ്. അല്ലെങ്കിൽ അമ്മ നോക്കിക്കോ, വസുന്ധരാമ്മ വരുമ്പോ നല്ല മാറ്റം കാണും. അതെനിക്ക് ഉറപ്പാ. അയ്യോ, ആളുകളുടെ സ്വഭാവം മാറ്റുന്ന ആപ്പ് എന്നൊക്കെ പറഞ്ഞ ഓരോരോ കണ്ടുപിടുത്തങ്ങളെ. നീ പറഞ്ഞത് കറക്റ്റാ. അവിടെ ഏത് സമയം വല്ലാത്ത തിരക്കാണെന്നേ. അതല്ലേ ആന്റി അവിടെ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഒരു പ്രൈവസി ഇല്ലാന്നേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. കാർത്തിക ഗാർഡൻസിലൊന്ന് നോക്ക്. അത് സൂപ്പറാ. ഗൗതം, ആന്റിക്ക് ആ ആപ്പ് വളരെയധികം ഇഷ്ടപ്പെട്ടു. നമ്മൾ ഔട്ടിങ്ങിന് പോയിട്ട് സമയം പോലെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്താൽ മതി എന്നാ പറയുന്നത്.
കറക്റ്റ്. ശ്ശോ, എന്റെ ഈശ്വര, ഇത് എന്തൊരു മായ. കൊള്ളല്ലേ ഈ ആപ്പ്. ആ ഗൗതം, ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ വെറുതെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ അങ്ങനെ പോയി ഫുഡൊന്നും കഴിച്ചിട്ട് പോരേണ്ട കാര്യമില്ല. ജസ്റ്റ് ഈവനിങ് വരെ 1-2 മൂവീസ് ഒക്കെ കണ്ട് കറങ്ങി നടക്കുന്നേ. ആഹാ. ഈവനിങ് ആവുമ്പോ ബീച്ചിലേക്ക് ഒന്ന് പോവാല്ലോ. അതിന് ഇവിടെ നിറങ്ങിയ അപ്പ തന്നെ തിരിച്ചു വരണമെന്നും പറഞ്ഞ് ഇവള് ബഹളം തുടങ്ങില്ലേ ഇല്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല. നിധിയോട് ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദേ, മൂവി കാണാനാണെങ്കിലേ കാർത്തിക ഗാർഡൻസ് ബെസ്റ്റ് ചോയ്സാ. അവിടെ പിന്നെ നല്ല ഫുഡും കിട്ടുമല്ലോ, നല്ല പ്രൈവസിയും ഉണ്ട്. പിന്നെ അവിടെ 2 പുതിയ ഹൈടെക് സ്ക്രീൻസും വന്നിട്ടുണ്ട്. നല്ല മൂവീസും കാണാൻ പറ്റും. ഫുഡ് വേറെ എവിടെന്നെങ്കിലും കഴിച്ചാലോന്ന് ആലോചിക്കാം. എന്തായാലും നമുക്ക് ഇറങ്ങാൻ ഗൗതം. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ആന്റി വിളിച്ച് പറഞ്ഞോളും. ഇല്ല ആന്റി? ആ പിന്നെ ഞാൻ വിളിച്ചു പറയാലോ. നിങ്ങൾ വേഗം ഇറങ്ങാൻ നോക്കി, ചുമ്മാ സമയം കളയണ്ട. അമ്മ, അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. ഗൗതം, വാ. ആ പിന്നെ നിങ്ങൾ ആദ്യം പോകേണ്ടത് കാർത്തികയിലേക്കല്ല കേട്ടോ. ഞാൻ വേറൊരു സ്ഥലം പറഞ്ഞുതരാം. അതിനുശേഷം നിങ്ങൾ അവിടേക്ക് പോയാൽ മതി. നിങ്ങൾ പോയിട്ട് വാ, ഞാൻ വിളിച്ചോളാം. ബൈ നിധി, ബൈ ഗൗതം. വസു, ഇപ്പൊ നിധിയെ ഏതാ അപ്പ വസുവിനെ കാണിച്ചു തന്നത്? ആപ്പല്ല, എന്റെ നാവ് ചൊറിഞ്ഞു വരുന്നുണ്ടേ. ഞാൻ വല്ല വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ ആപ്പ്. അവര് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വസു പഴയ വസു തന്നെ ആയല്ലോ. ശ്ശേ, ഇതെന്താ ആപ്പ്? അമ്മേ, അമ്മേനെ വേഗം വന്നേ. അവിടെ എന്തോ എടുക്ക വരാന്ന് പറഞ്ഞിട്ട് നേരം കുറെ ആയി. ഈശ്വരമംഗലത്തായിരുന്നെങ്കിൽ ഉണർന്ന് എഴുന്നേറ്റുള്ള ഉടനെ ഒരു കോഫി, അത് കഴിഞ്ഞ ചായ. ഡൈനിങ് ടേബിളിലേക്ക് ചെന്നാലോ ബ്രേക്ക്ഫാസ്റ്റിന് ഐറ്റങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കും. പുട്ട്, അപ്പം, ദോശ, ഇഡ്ഡലി, അങ്ങനെ ഇഷ്ടമുള്ളത് കഴിക്കായിരുന്നു. ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെങ്കിലോ ഇഷ്ടമുള്ള ജ്യൂസ്. എന്റെ പൊന്നു ദൈവമേ, നേരം വെളുത്തിട്ട് പച്ച വെള്ളം പോലും കിട്ടിയിട്ടില്ല. എനിക്ക് വയറ് വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യെന്ന്. ഒന്ന് വേഗം വാ. എടി, ചുമ്മാ ഇങ്ങനെ വിളിച്ചു പോയിട്ട് കാര്യമൊന്നുമില്ല. ഇതൊക്കെ അങ്ങ് എടുത്തോണ്ട് വരണ്ടേ? മാഞ്ചിയോടെ വിശന്ന് ചാവാറായി. ഒപ്പരുന്നുണ്ട് ന്യായം പറയുന്ന. കൊണ്ടുവാ. ദേ, ഇതേ ഞാനിങ്ങനെ പിടിച്ചോണ്ട് നിക്കാം. നീ ജനലിലൂടെ വാരി കഴിച്ചോ. നല്ല ഉപ്പുമാവാ. ഉപ്പുമാവാ എനിക്കാ? അമ്മക്ക് നാണോ ഇല്ല ഇതുകൊണ്ട് എന്റെ മുന്നിലേക്ക് വരാൻ? എന്റെ സ്വഭാവം അറിയലുണ്ടല്ലോ.